ഇത്രയും ദിവസം നമ്മളെ ക്ഷമിച്ച് സഹിച്ച് കൂടെ കൊണ്ട് നടന്ന് ഗൈഡ് ചെയ്ത ഗൈഡിന് നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്? ഡാമിയറിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് കോറൽ പെർഫ്യൂംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ അൽമാട്ടി മാത്രമല്ല ഈ കസാക്കിസ്ഥാൻ മുഴുവൻ സുഗന്ധപൂരിതമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മാനിക്കുന്നു കോറൽ പെർഫ്യൂം. അപ്പൊ ഈ ഒരു സമ്മാനം കൊടുക്കാനായിട്ട് കോറൽ പെർഫ്യൂമിന്റെ ഓണർ ആയിട്ടുള്ള ഷിബു സാറ് കൊടുക്കുന്നത്. You are amazing. You are wonderful. Thank you so much. Thank you so much. Thank you. Thank you. ഇദ്ദേഹം ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ മൊത്തം ഈ കൂട്ടത്തിലുള്ള മുഴുവൻ മൊത്തം വട്ടന്മാരാ. ഈ വട്ടന്മാരെ മുഴുവൻ സഹിക്കുന്ന ഒരേ ഒരാൾ റൂമിൽ വന്നൊരു ഗൈഡ് നമ്മളെയൊക്കെ വിളിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനോടെങ്കിലും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അതൊറ്റ സാധനം മാത്രമാണ് ഭ്രാന്താശുപത്രിയിലെ വാർഡൻ. പുള്ളി എക്സ്ട്രീംലി ക്ഷമയുള്ള ഒരു മനുഷ്യനാണ്. നല്ല ക്ഷമയുള്ള മനുഷ്യനാണ്. ഇപ്പൊ തന്നെ താമസിച്ചിരിക്കുകയാണ്. പുള്ളി അവിടെ വിളിച്ച് നമ്മുടെ ഷോ ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഹറിയാം. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര അല്ലെ ഓരോ യാത്രകളെന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസ് ആണ്. പുതിയ പുതിയ കാഴ്ചകളാണ്. നമ്മുടെയൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ. പക്ഷെ ആ ഒരു ജീവിതത്തിനിടയ്ക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, എല്ലാവരും യാത്രകൾ ചെയ്യുക, അനുഭവങ്ങൾ സമ്പാദിക്കുക. നമ്മൾ പഴമ കാണാൻ വേണ്ടിയിട്ട് അല്ലേ, ട്രഡീഷണൽ എത്നിക് വില്ലേജിലേക്കാണ് എത്തിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ കയറി വരുമ്പോൾ തന്നെ ട്രഡീഷണൽ കോസ്റ്റ്യൂമിലാണ് ഇവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. നമ്മൾ പണ്ട് ഈ സാമൂഹ്യ പാഠത്തിലൊക്കെ പഠിക്കുന്ന കുറെ, അതായത് ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഈ മഞ്ഞിൽ താമസിക്കുന്ന വീടുകളെ കുറിച്ച് പഠിക്കാറുണ്ട്. ആ ഇഗ്ലൂസിന്റെ വീടുകളോട് ഭയങ്കര നമുക്ക് താതാത്മ്യം തോന്നുന്ന മിനിയേച്ചർ വേർഷൻസ് ആണ്. അതുപോലെ തന്നെ അവരുടെ ട്രഡീഷണൽ, എക്സ്ക്യൂസ് മീ 1 സെക്കൻഡ്, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഈ കാണുന്നത്. ഈ സുന്ദരി ഇട്ടേക്കുന്ന അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇതിലാണ് അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഈ വില്ലേജിന്റെ എൻട്രൻസിൽ ഇതുപോലെ ഡ്രസ് ചെയ്തിട്ടാണ് ഇവർ വളരെ പ്ലസന്റ് ആയിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. വെരി ബ്യൂട്ടിഫുൾ. Thank you. കുളമ്പടികൾക്ക് കാതോർത്തുകൊണ്ട് ഒരു പറ്റം മലയാളികൾ ഇതാ കസാക്കിസ്ഥാനിന്റെ മണ്ണിൽ. Yes, please enjoy. Sit down, please, or go there if you want. And we will start. ഇത് കോറൽ പെർഫ്യൂംസ് ഫ്ലവേഴ്സ് ടേക്ക് ഓഫ് ടു അൽമാട്ടി, powered by Eastern in association with RKJG, Dr. Kaveri Ayurvedic Center, Time Express Cargo, and our travel partner Aruha Tours and Travels. ഈ യാത്ര തണുപ്പാണ് പോലും, എനർജി ഭീകരമായിരുന്നു. ടീം മെമ്പേഴ്സ് എല്ലാം അമേസിംഗ് പേഴ്സണാലിറ്റീസ് ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത ആൾക്കാരുമായിട്ട് ഒരാളില്ല ഒന്ന് പുറകോട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഈക്വൽ വൈബായിരുന്നു.
അതെ 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 നമുക്ക് പുതിയൊരു സ്ഥലം കാണാനുള്ളതല്ലേ? എന്താണ് പരിപാടി? തണുപ്പായതുകൊണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ചൂടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നെടുകിന് നിങ്ങൾ നടന്നാ പോരെ? നടന്നാൻ പറ്റൂല, എല്ലാരും വണ്ടിയിൽ കാത്തിരിക്കുക. അപ്പൊ ആ സമയത്ത് കുറച്ച് ആവേശം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കല്ലു, നമ്മളുണ്ടല്ലോ, നമ്മൾ ഈ കസാക്കിസ്ഥാൻ വന്നിരിക്കുന്നത് കാഴ്ചകളുടെ പുതിയൊരു ലോകത്തിലല്ല. ഇത് ചൂടാവാൻ എന്താ വഴി? അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സൊന്ന് ഊഷ്മളമാവും. ഉള്ളിൽ നിന്നൊരു ചൂട് വരും. ഉള്ളിൽ നിന്ന് ചൂട് വരും. എന്നാ പാപ്പു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കസാക്കിസ്ഥാനിലെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് കമോൺ കമോൺ കമോൺ. Perfumes and flowers take out to Almaty. Powered by Eastern. കഴിഞ്ഞ എത്ര നേരം ഇട്ട് വെയിറ്റ് ചെയ്തേക്കണ വസിക്കാൻ? ബാക്കി പറഞ്ഞില്ല. ബാക്കി പറ. In association with RKGK, Dr. Kaveri Alexander, Time Express Cargo, and travel partner, Arima Tours and Travels. അടിപൊളി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാവൽസിലേക്ക് പോയാലോ? നമ്മുടെ ഗൈഡ് ചേട്ടന്റെ വൈഫാണേ. നമ്മൾ അൽമാട്ടി നഗരത്തിൽ നിന്നും കോൾസായി ലേക്കിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഏറ്റവും ദൂരം താണ്ടിയ യാത്ര എന്ന് പറയുന്നത്. ഒരു 5.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട യാത്രയായിരുന്നു. ഏർലി മോർണിംഗ് ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് അങ്ങോട്ട് കയറിയത്. അതിനകത്ത് പാക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് തന്നത്. എന്നിട്ട് നമ്മൾ പോകുന്ന വഴികൾ ഒരു രക്ഷയില്ലാത്ത, ഒരു 10-15 കിലോമീറ്റർ കഴിയുമ്പോഴും വേറൊരു ടെറൈൻ വരുന്നു, ഒരുപാട് കൃഷിസ്ഥലങ്ങൾ വരുന്നു, അരുവികളുള്ള സ്ഥലം വരുന്നു. പോകുന്ന യാത്രയിൽ പല പല കാഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ദൂരെ മഞ്ഞ് വീണ പർവ്വത നിരകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാം. അതിനിടയിൽ കൂടെ വളഞ്ഞും പൊളഞ്ഞുമുള്ള യാത്രയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരുന്നു. നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വേറൊരു കാര്യം കൂടെ ആ ഒരു യാത്രയിലുണ്ടായിരുന്നു. ഇവിടുത്തെ ഖബർസ്ഥാൻ, ഇവിടുത്തെ സെമിട്രികൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഓരോത്തിലും വേർതിരിച്ച് ഓരോ മതിലുകള്, ഫെൻസുകള്, മരങ്ങളൊക്കെ നട്ട് അതിമനോഹരമായിട്ടാണ് അവരത് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ വലിയൊരു കാഴ്ച എന്ന് പറയുന്നത് പോകുന്ന വഴിക്കുള്ള പരുത്തിപ്പാടങ്ങളാണ്. എണ്ണമറ്റ അത്രയും ദൂരത്തിൽ ഇങ്ങനെ പരുത്തിപ്പാടങ്ങൾ നമ്മൾ കിലോമീറ്ററുകളോളം താണ്ടിയാണ് ആ യാത്ര അങ്ങോട്ട് പോകുന്നത്. ഇവരിൽ രണ്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ കണ്ടത് കുറച്ച് കുട്ടികളെ കണ്ടപ്പോഴാണ്. രണ്ടുപേരുടെയും ആ ഒരു തുള്ളിച്ചാട്ടവും ഇവർ ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു മൊമെന്റ് ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കസാക്കിസ്ഥാനിലെ വൈബ്രന്റ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെയാണ്. ഒരു രക്ഷയില്ലാത്ത കുട്ടികളാണ്. ഈ കുട്ടികൾ എപ്പോഴും ഫസ്റ്റ് റെസ്പോൺസ് ആണ്. അവരുടെ ഹൃദയം ഓപ്പൺ ആവും. അത് ഏത് നാട്ടുകാരനാണെങ്കിലും, ഏഷ്യൻ ആണെങ്കിലും, യൂറോപ്പുകാരനാണെങ്കിലും, ആഫ്രിക്കൻ ആണെങ്കിലും, അന്റാർട്ടിക്കയിൽ നിന്ന് വരുന്നവരാണെങ്കിലും, ആരാണെങ്കിലും കുട്ടികളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കും. മുതിർന്നവരുടെ ഉള്ളിൽ അങ്ങനെയല്ല. പക്ഷെ ആ കുട്ടികളുടെ സ്കൂൾ വിട്ട് വന്ന കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതും അവർക്ക് ഒത്തൊരു സാറും. അതെ, ഒരു ഇടയനും കുറെ കുഞ്ഞാടുകളും ഭയങ്കര ആവേശം കൂടെ എന്നിട്ട് ഇവർക്കൊരു ഐഡിയ ഇല്ല. എന്നിട്ട് ഒരുത്തിന്റെ ഫേസ് ആണെങ്കിൽ അവനെ ഫ്രണ്ടിൽ പിടിച്ചു അവനെ നമ്മൾ നടുക്ക് പിടിച്ചെടുത്ത് അവന്റെ കൂടെ ഡാൻസ് കളിച്ചു. അവനും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ട്യൂൺ കേൾക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റെപ്പാണ് പറഞ്ഞു അങ്ങനെ. മഞ്ഞു പെയ്യണം, മനക്കുളിരണം, മകരമാസ പെണ്ണേ, മലയിറങ്ങി കുളിരിൽ മുങ്ങി വാ. മഞ്ഞു പെയ്യണം, മനക്കുളിരണം, മകരമാസ പെണ്ണേ, മലയിറങ്ങി കുളിരിൽ മുങ്ങി വാ. ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. ഒന്നും പറയാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ കോൺസായി ലേക്കിലാണ്. നമ്മള് അൽമാട്ടിയിൽ നിന്ന്
എത്രയോ മണിക്കൂറുകളായിട്ട് ട്രാവൽ ചെയ്ത് അവസാനം ലോകത്തിലെ ഈ സുന്ദര താഴ്വരയിൽ എത്തിച്ചേർന്നിരിക്കും. चलो चलो कोलसाई लेक Hey, चलो चलो कोलसाई लेक, चलो कोलसाई लेक चलो चलो कोलसाई लेक. കോൾസായി ലേക്കിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഡാർക്കായി. പക്ഷെ ആ ഡാർക്കിൽ കോൾസായി ലേക്ക് കാണാൻ നല്ല ഭംഗിയായിരുന്നു, മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഏറ്റവും കൂടുതൽ നീ ഫോട്ടോ എടുത്ത അവിടെയല്ലേ? അത് ഏറ്റവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് റിയാലിറ്റി ആണോ അതോ പെയിന്റ് ചെയ്ത് വെച്ചേക്കാണോ നമുക്ക് തോന്നുന്നു. നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം ദൈവം ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നത് കയ്യെത്താത്ത ദൂരത്തിലാണ്. ഒരുപാട് ദൂരം താണ്ടി വേണം ഏറ്റവും മനോഹരമായ സ്ഥലം കാണാൻ. അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ കോൾസായി ലേക്ക് എന്ന് പറയുന്നത്. പ്ലസ് രാജ്യങ്ങളിലെ ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം. ഇന്നലെ വരെ വ്യത്യാസമായിരുന്നു, ഇന്ന് ഈ സ്ഥലമാണ്. 60-ലധികം രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങളിപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ പുതിയതായിട്ട് വരുന്ന ജനറേഷന്റെ അടുത്ത് അല്ലെ പുതിയതായിട്ട് യാത്രകളിലേക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെ അഡ്വൈസ് എന്താണ്? നിങ്ങൾക്ക് യാത്രയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നിങ്ങളൊരു കോളേജിൽ പോയാലോ സ്കൂളിൽ പോയാലോ നമ്മൾ ഒരുപാട് കൾച്ചർ കാണാം, അല്ലെങ്കിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ കാണാം. അത്തരം ഒരുപാട് രീതിയിൽ നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ കാഴ്ചപ്പാടുകൾ മാറ്റാനൊക്കെ വലിയ രീതിയിൽ യാത്ര നമ്മളെ ഇങ്ങോട്ട് നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങണം എന്നാ പറയുന്നത്. യാത്രകൾ എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നങ്ങൾ ഒരു സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമാണ്. ഈ സോളോ ട്രിപ്പിന്റെ ഒരു മാറ്റം ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തും ബിസിനസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തും ഈ സോളോ ട്രിപ്പിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള വ്യത്യാസം എന്താ? മെയിൻ വ്യത്യാസം വളരെ റിലാക്സ്ഡ് ആണ്. ഇപ്പൊ ടെൻഷനൊന്നുമില്ല, ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അതെ, ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഫാമിലി ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കുറെ കൂടി നമ്മള് കുറെ കംഫർട്ടബിൾ സോണിലാണ്. മാത്തൂനും എനിക്കും അറിയാം റാഷിയുടെ ഒരു പിന്നെ ഒരു മൂഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പൈസയും കെട്ടിവെച്ച് കേരളത്തിൽ ജീവിക്കുന്ന, ഒരുപാട് വസ്തുവകകൾ കെട്ടിവെച്ച് കേരളത്തിൽ വെറും സഹതാപം. ആ ടീമിന് അത് ഞാൻ പറഞ്ഞേ, വലിയ വീട് വെക്കും, വലിയ കാർ വാങ്ങും. ഈ വലിയ ആഡംബര കാർ വാങ്ങി ടാക്സ് അടിച്ചിട്ട് നാട്ടിൽ നമ്മൾ കാർപോർട്ടിൽ വെക്കുകയാണ്. എന്നിട്ട് ദുബായിൽ വന്ന് താമസിക്കുകയാണ്, ജോലി ചെയ്യാണ്, വലിയ ബംഗ്ലാവുകൾ ഉണ്ടാക്കുകയാണ്. ലോകം കാണുന്നില്ല, ഹോട്ടലുകളിൽ താമസിക്കുന്നില്ല. ഇത് ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉള്ള ആളുകളാണ്. ഇത്ര ആളുകൾ അത് ചെയ്യാതിരിക്കുന്നത് അത് മണ്ടത്തരാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പല സ്ഥലത്തേക്കും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയകൾ വരും, ആശയങ്ങൾ വരും. ക്യാഷ് ഉണ്ടായിട്ട് സാമ്പത്തികം ഉണ്ടായിട്ട് പോലും ട്രാവൽ ചെയ്യാത്ത ആളോട് ഞാൻ നിങ്ങൾ ട്രാവൽ ചെയ്യണം. അങ്ങനെ പറഞ്ഞ് ഒരുപാട് ആളുകളെ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം യാത്ര ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. എന്റെ യാത്ര തുടങ്ങുന്നത് തന്നെ ഞാൻ ദുബായിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ അതിനു മുന്നേ എന്റെ യാത്ര എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊച്ചി, തിരുവനന്തപുരം, പിന്നെ കാലിക്കറ്റൊക്കെ പോയാൽ അതായിരുന്നു എന്റെ യാത്ര എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷമാണ് ദുബായിൽ വന്നതിന് ശേഷമാണ് ട്രാവൽ ചെയ്ത് തുടങ്ങിയത്. ഇവിടെ ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ ഒരു വലിയ ഫാക്ടറാണ് കാശ് നമ്മൾ സേവ് ചെയ്യും, ഒരുപാട് സേവ് ചെയ്യും. എന്തിനാ 5 വർഷം കഴിഞ്ഞ് വീട് വെക്കാൻ, 6 വർഷം കഴിഞ്ഞ് കാർ എടുക്കാനായിട്ട്. പക്ഷെ നമ്മൾ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ നിൽക്കുന്ന ഇട്ടാവട്ടമാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ തന്നെ അറിയാണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഒരുപാട് മാറും. എനിക്ക് തോന്നുന്നു സോളോ ട്രിപ്പ് ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് ഈ സോളോ? ഫസ്റ്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അർമേനിയ പോയിട്ടുണ്ട് സോളോ ട്രിപ്പ് ആയിട്ട്. ഇപ്പൊ റാഷി പറഞ്ഞെന്ന് വെച്ചാൽ ഓന്റെ സോളോ ട്രിപ്പ് പക്ക ബോറിംഗ് ആയിരുന്നു. പക്ഷെ എന്റെ വൺ ഓഫ് ദ എന്താ പറയാ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നത്. കാരണം ആ സോളോ ട്രിപ്പിൽ ഞാനാണ് കൂടുതൽ പ്ലാൻ ചെയ്തത്. നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് അതിൽ ഉണ്ടാവും. നമ്മൾ കൂടുതൽ അതിൽ എന്താ ഇൻവോൾവ് ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ചാർട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ ഞാൻ അതിൽ കേപ്പബിൾ ആണെന്നുള്ള ഒരു ഫീലിംഗ് മെയിനായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സോളോ ട്രിപ്പില് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ദുരനുഭവം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നെഗറ്റീവായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ രാത്രി ഒരു 12-1 മണിക്ക് ഞാൻ ഇറങ്ങി നടന്നിട്ടുണ്ട് അർമേനിയ ആ ഒരു സ്ട്രീറ്റിലൂടെ. അഡ്വഞ്ചറസ് എന്തായാലും, കാരണം അത്രയും ക്ലീൻ സിറ്റിയാണ്, അത്രയും ഒരു പ്രശ്നമില്ല സിറ്റിയാണെന്ന് ഞാൻ പറയുന്നത് കേട്ടത്. അപ്പൊ ആ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയി. ഞാൻ ഫസ്റ്റ് ചോദിച്ചു ഞാൻ പോട്ടെ എന്നുള്ളത്. അപ്പൊ ആദ്യം മുമ്പ് ഒരു ചമ്മലായിരുന്നു, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് പോയി. ഓക്കെ എന്ന് പറഞ്ഞു, ഞാൻ വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞു.
നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ക്രൗഡൊന്നും ഇല്ല, ഒരു ഏകാന്തമായിട്ടുള്ള പ്ലേസ്, ഒരു പക്ക ഒന്നുമില്ല. നമ്മൾ ഏത് സ്വപ്ന ലോകത്ത് നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി എല്ലാ യാത്രയും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എന്താണ്, നമ്മൾ റിലാക്സ് ആയിട്ട് അങ്ങനെ പോകും. അങ്ങനെ കാര്യമായിട്ട് ഹോട്ടൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് ഹോട്ടൽസ് സെലക്ട് ചെയ്യും. പക്ഷേ ഫ്രണ്ട്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം കണക്ക് കൂട്ടി ബസ് കയറി നടന്ന്, ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ആയിട്ടൊന്നുമില്ല പോവുക, അങ്ങനെ സ്ട്രീറ്റിൽ നിന്ന് ചെറിയ ഷോപ്പിൽ നിന്ന് ഫുഡെല്ലാം എന്തെങ്കിലും കഴിച്ച് അങ്ങനെയൊക്കെയാണ്. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടാണ്. പക്ഷേ ഈ ഗ്രൂപ്പ് ട്രിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഗ്രൂപ്പ് ട്രിപ്പിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. അങ്ങനെ ഗ്രൂപ്പ് ട്രിപ്പ് എങ്ങനെ ഡ്രസ്സ് ഉണ്ടാവില്ലേ, എങ്ങനെ എൻ്റെ വൈബിനനുസരിച്ചുള്ള ആൾക്കാരായിരിക്കുമോ എന്നുള്ളൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ വന്ന ആ ഫസ്റ്റ് ഡേ മുതൽ മനസ്സിലായി ഇത് കിഡിലൻ എക്സ്പീരിയൻസ്. കോവിഡിന് ശേഷം ആദ്യത്തെ ട്രിപ്പാണ്. മലയാളികളെ വളരെ അപൂർവമായിട്ടാണ് എനിക്ക് അവിടെ കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മളുടെ ദേശത്തെ ആളുകളുടെ കൂടെ ഒരു ട്രിപ്പ് ചെയ്യാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് ലോട്ടറി അടിച്ച പോലെയാണ്. മലയാളം സംസാരിക്കാം, ഫുഡ് കഴിക്കാം, നല്ല മലയാളത്തിൽ ചീത്ത വിളിക്കാം, മലയാളത്തിൽ തമാശ പറയാം. സോളോ ട്രിപ്പും ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ട്രിപ്പും ഇതൊക്കെ ഫാമിലി ആയിട്ടും ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഒരു വൈബ് something different ആണ്. Coral Perfumes Flowers take off to Almaty, Powered by Eastern. In association with RKGD, Dr. Kaveri Ayurvedic Center, Time Express Cargo, and our travel partner, Anuhar Tours and Travels. അച്ചോടാ. നമ്മളിപ്പോൾ ട്രഡീഷണൽ വില്ലേജിലാണുള്ളത്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഈ പാരമ്പര്യ വസ്തുക്കളുടെ നടുവിലാണ് നമ്മൾ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് തന്നെ പാരമ്പര്യ വസ്തുക്കളാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിലത്തെ ജീവിതമൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ വന്ന ഈ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ സെറ്റിൽ ആയാലോ അല്ലേ? നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്നൊരു പഴയ സിനിമയുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. പാലാഴി കടഞ്ഞെടുത്തൊരമൃതാണ് നീ, പാലാഴി കടഞ്ഞെടുത്തൊരമൃതാണ് നീ. കസാക്കിസ്ഥാനിലെ ആൾക്കാർ ട്രഡീഷണലി കടഞ്ഞെടുക്കുന്ന തൈര്, പാല്, വെണ്ണ, നെയ്യ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സമൃദ്ധമായ ഒരു നെയ്യോ പാലുൽപ്പന്നങ്ങളോ ഇവിടെ വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൽ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ പൊളിയായിരുന്നു അല്ലേ? അത് മറ്റേ ഇല്ല എന്ന് നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്പോൺസർ തന്നെ RKG ആണ്. RKG ഒറിജിനൽ കൗ ഗീ എന്നാണ് പറയുന്നത്. നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ല തരൂല നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചോ. യെസ്, കസാക്കിസ്ഥാനിലെ നമ്മൾ ഗ്രീൻ മാർക്കറ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കലു, നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയുടെ ഒരു വിധമുള്ള ഒരു ക്ഷീണമൊക്കെ ശരീരത്തിലേക്ക് തട്ടി തുടങ്ങി. എനിക്ക് നിന്നെക്കാൾ കൂടുതലുണ്ട്. കാരണം മാത്തൂന് തണുപ്പ് വലിയ പ്രശ്നമില്ലാത്ത ആളാണ്, ഞാൻ തണുപ്പ് നല്ല പ്രശ്നമുള്ള ആളാണ്. അപ്പം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരുമാതിരി വളഞ്ഞൊടിഞ്ഞാണ് നിൽക്കുന്നത്. ഇതൊന്നും നേരെയാക്കണമെങ്കിൽ ശരിക്കും ഒരു ആയുർവേദ ചികിത്സ ചെയ്യേണ്ടി വരും. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യം പെട്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ദുബായ് വഴിയാണ് നേരെ നാട്ടിലേക്ക് പോകാൻ. 2 ദിവസം ദുബായിലുണ്ട്. 2 ദിവസം ദുബായിലുണ്ട്. നമുക്ക് നേരെ ഡോക്ടർ കാവേരി ആയുർവേദിക് സെന്ററിലേക്ക് അങ്ങോട്ട് പോകാം. അതിനുശേഷം അവിടെ ചെന്ന് നല്ലൊരു ഒഴിച്ചിലെടുത്തിട്ട് നമ്മുടെ നാട്ടിലെ അതേ പരിപാടി, പരമ്പരാഗത ആയുർവേദ ചികിത്സ. അതെ. എല്ലാ ബ്രാൻഡുകളുടെയും കോപ്പി കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. സകലமான സാധനങ്ങളുടെയും LVയുടെ ഒക്കെ ബാഗ്, ലെതർ ബാഗ് ഇരിക്കുന്നുണ്ട് അവിടെ.
കല്ലു ഇത് ഇങ്ങനെ നമ്മൾ നീണ്ട ഒരു കോറിഡോറാണ്. അവിടുന്ന് അതേപോലെ തന്നെ അപ്പുറത്തേക്കും ഉണ്ട്. ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ നിറച്ച് സാധനങ്ങൾ വെച്ചേക്കണതിന്റെ നടുക്കേക്കിട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം വാരി നിറച്ച് നമ്മുടെ ബാഗിലിടാനുള്ള ഒരു ത്വര നമുക്കൊരു പണി. എല്ലാം കൂടെ വാരി നിറച്ചിട്ട് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല, സംഭവിക്കില്ല. കാരണം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് 20 കിലോ ഉണ്ടായിരുന്ന 20 കിലോ പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ വന്നത്. കല്ലു, ഇതൊക്കെ പഴയ കഥകളാണ്. ഇപ്പം നമ്മൾ ലോകത്തിന്റെ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്കിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു പേടി എന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതല്ലേ. ഇനി അത് മാറാൻ പോവാണ്. ടൈം എക്സ്പ്രസ് കാർഗോ. നിങ്ങൾ ലോകത്തെ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും എന്ത് സാധനം മേടിച്ചു കഴിഞ്ഞാലും നേരെ ടൈം എക്സ്പ്രസ് കാർഗോ അയക്കേ. നമ്മുടെ വീട്ടിലേക്ക് സാധനം വരും, കൊറിയറായിട്ട് സാധനം വരും. അടിപൊളി. ചെറിയ കളിയാ. അപ്പോൾ എന്ത് ഷോപ്പ് ചെയ്താലും സാരമില്ല, അവിടെ ടൈം എക്സ്പ്രസ് കാർഗോ ഉണ്ടെങ്കിൽ. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര അല്ലെ ഓരോ യാത്രകളെന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസ് ആണ്. പുതിയ പുതിയ കാഴ്ചകളാണ്. നമ്മുടെയൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ. പക്ഷെ ആ ഒരു ജീവിതത്തിനിടയ്ക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, എല്ലാവരും യാത്രകൾ ചെയ്യുക, അനുഭവങ്ങൾ സമ്പാദിക്കുക. എഴുത്തച്ഛൻ്റെ വരികളുണ്ട്: അനന്തമജ്ഞാത വർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്ങലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു എന്നാണ്. അപ്പോൾ ഈ കഥ കാണണമെങ്കിൽ നമ്മൾ യാത്ര തിരിച്ചു പറ്റും, ഇറങ്ങി നടക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. ഞാൻ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ആകാശം, മേഘം, തീവണ്ടി, ഇതൊന്നും എന്നെ നിന്നിലേക്ക് എത്തിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എനിക്ക് നിന്നേക്കാളും ഇഷ്ടം നിന്നെ തിരഞ്ഞുള്ള ഈ യാത്രകളെയാണ്. യാത്രകൾ തുടരുകയാണ്. മനസ്സുയൂതം തുടരട്ടെ. നമ്മുടെ ഈസ്റ്റേണിന്റെ വേർമിസെല്ലി ആട്ടോ. വേഗം ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഓൾറെഡി റോസ്റ്റഡ് ആണ് ഈ ഒരു വേർമിസെല്ലി വരുന്നത്. ആദ്യം പാലൊഴിച്ച് അതിലേക്ക് വേണം ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാലും വേർമിസെല്ലിയും മാത്രം ഇട്ടപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നെയ്യും കൂടെ ആയപ്പം എന്താ മണം. ഇത് നമ്മൾ പൊളിക്കും. ഇനി അല്പം മധുരാവാം. എനിക്ക് ചായ തൊട്ട് എല്ലാത്തിനും ഏലക്കാപ്പൊടി ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 സ്പൂൺ ഇടും. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഫൈനൽ സ്റ്റേജിലെത്തി. ഇനിയും റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന റേസിൻസും കാഷ്യൂനട്ട്സും ഇത് രണ്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പായസം പൊളിക്കും. നമുക്ക് പെട്ടെന്ന് ഇനിയിപ്പോൾ ഗസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഒരല്പം മധുരം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അൽമാട്ടി വെച്ച് തോന്നിയതുപോലെ തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, ഈസ്റ്റേണിന്റെ റോസ്റ്റഡ് വെർമിസെല്ലി പായസം. എനിക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ആക്രാന്ത് അല്ലെങ്കിൽ ആക്രാന്തം പറയത്തില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. കഴിച്ചു നോക്കാതെ ഒരു രക്ഷയില്ല. അടിപൊളി. മൂന്ന് ജനറേഷനും ഒരുപോലെ പറയുന്നു ഈ ഒരു പായസം അടിപൊളി.